അപ്പോൾ വിശുദ്ധ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ ആത്മാക്കൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവിൻ്റെ മലായികത്ത് പങ്കെടുക്കുന്നത്, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ ഒക്കെ ഈ സദസ്സിൽ നിറഞ്ഞിക്കണം. അപ്പോൾ അത് നമ്മൾ വിശ്വാസം മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ലക്ഷ്യക്കണക്കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതുമാണ്. മഹാത്മാക്കൾ മരിച്ചുപോയവരാണെന്ന് സത്യമാണ്. മരിച്ചുപോയവർ എന്നല്ല അവരെ കുറിച്ച് പറയുന്നത് കിതാബുകളിൽ അൽ അർവാഹുൽ മുഖദ്ദസ, വിശുദ്ധാത്മാക്കൾ എന്നാണ്. വിശുദ്ധാത്മാക്കൾ മറഞ്ഞ വഴിക്ക് ഉപകാരം ചെയ്യും. അത് നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിശുദ്ധാത്മാക്കൾ ആത്മീയമായി ഇവിടെ ജീവിക്കുന്നുണ്ട്, ഭൗതിക കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പ്രവിശാലമായ സദസ്സിൽ പോലും എത്രയോ വിശുദ്ധാത്മാക്കൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു രണ്ട് വീട്ടും നമ്മുടെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധാത്മാക്കളുടെ യാഥാർത്ഥ്യമാണ്. അവർ മറഞ്ഞുപോയി എന്ന കാരണത്താൽ അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാൽ മുശ്രിക്കാവും കാഫിറാകും എന്ന വാദം നിരർത്ഥകമാണ്.